മൂന്നാറിലും മലമ്പുഴ എലിവാലിലും ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. ഇരുസ്ഥലത്തും പുലി വളർത്തുനായകളെ കൊന്നു. കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ യുവാവിനെ കൊന്ന കടുവയ്ക്കായി തിരച്ചിൽ തുടരുന്നു. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിലെ രവിയുടെ വളർത്തുനായയെയാണ് പുലി ആക്രമിച്ചത്. നായയെ കാണാതായതോടെ കഴിഞ്ഞ ദിവസം വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കടുവ, പുലി, കാട്ടുപോത്ത്, കാട്ടാന എന്നിവയുടെ സാന്നിധ്യമുണ്ടായിട്ടും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാണ്. നിരീക്ഷണം ശക്തമാക്കിയെന്നും ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു. മലമ്പുഴ എലിവാലിൽ കൃഷ്ണന്റെ വീട്ടിൽ വീണ്ടും പുലിയെത്തി നായയെ പിടികൂടി. ഈ മാസം 14-ാം തീയതി കൃഷ്ണന്റെ വീടിനകത്ത് കയറി പുലി നായയെ പിടികൂടിയിരുന്നു. ഈ വർഷം 4-ാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലി എത്തുന്നത്. കാളികാവിൽ 9-ാം ദിവസവും കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. റാവുത്തർ കാട് ഭാഗത്ത് 2 കൂടുകളും സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്ത് 1 കൂടും സ്ഥാപിച്ചു. കടുവയെ ഇനിയും പിടികൂടാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പെരിന്തൽമണ്ണ മണ്ണാർമലയിലും പുൽപ്പള്ളി കബനിഗിരിയിലും ഇറങ്ങിയ പുലിക്കായി കൂടുകൾ സ്ഥാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.